ഹായ്. അപ്പോഴേ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് താമസിച്ചു പോയി കേട്ടോ. എന്നാലും ആരും പണം കണ്ട കിട്ടുന്ന സമയം ഞാൻ വന്നത് അപ്ലോഡ് ചെയ്തിരിക്കും. ഏതൊരു ദിനത്തിലാണെങ്കിലും അത് ഞാൻ ഈ സ്ഥലത്തില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാതെ പോകുന്നത്. എന്നിരുന്നാൽ പോലും ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ ചെയ്തിട്ടേ പോകും. അപ്പോൾ ഇന്നത്തെ ശുഭദിനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സന്തോഷകരമായ സ്വാഗതം. നമ്മൾ പറയും കീറിയ തുണി നമുക്ക് തുന്നി ഉപയോഗിക്കാം അല്ലേ? എത്ര തവണ വേണമെങ്കിലും തുന്നി ഉപയോഗിക്കാം. പക്ഷേ അത് വീണ്ടും എടുത്തണിയുമ്പോൾ അല്ലെങ്കിൽ അത് വീണ്ടും ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ വീണ്ടും കീറുമോ എന്നൊരു ഭയം നമ്മുടെ മനസ്സിനലട്ടും ഇല്ലേ? ആ ഭയത്തോടെ അല്ലാതെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നതുപോലെയാണ് നമ്മുടെ ജീവിതം. അറ്റുപോയ ബന്ധം, അകന്നുപോയ ബന്ധം അതങ്ങനെ തന്നെ ഇരിക്കും. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ അകന്നുപോയ ബന്ധങ്ങൾ അകന്നു തന്നെ ഇരിക്കും. അതൊരിക്കലും നമ്മൾ വിളക്കി ചേർക്കാൻ നോക്കുക വേണ്ട. അത് അത്രയും തേയ്മാനം വന്നിട്ടായിരിക്കുമല്ലോ അകന്നു പോയിരിക്കുന്നത് അല്ലേ? തേയ്മാനം സംഭവിക്കുന്ന ഒന്നിനെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റത്തില്ലല്ലോ. നന്നാക്കി എടുത്താലും ആ തേയ്മാനം വീണ്ടും വിട്ടുപോകുമോ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവൂലേ? ഒരു ഉൾപ്പേടി നമുക്കുണ്ടാവൂലേ? അതുപോലെ തന്നെയാണ് ജീവിതവും, ജീവിതത്തിലെ പല കാര്യങ്ങളും ബന്ധങ്ങളും എല്ലാം. ഒരു ബന്ധം അകന്നു പോയി കഴിഞ്ഞാൽ അത് വീണ്ടും വിളക്കി ചേർക്കാൻ ഒരുപാട് പ്രയാസമാണ്. അഥവാ ചേർന്നാൽ തന്നെയും അത് വീണ്ടും അകന്നു പോകുമോ എന്നുള്ള ഒരു ഭയം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അകലുമോ, പോകുമോ, വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം അല്ലേ? അപ്പോൾ നമ്മളെന്താ വേണ്ടേ? പറയൂ, നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ നമ്മൾ ആ ഭയത്തോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോയി ജീവിക്കണം അല്ലേ? പക്ഷെ ആ ഭയത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒപ്പം നമ്മളുടെ മനസ്സ് തകർന്നു പോകും. കാരണം എപ്പോഴും ഭയമാണ്. വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം. ആ ഭയമാണ് നമ്മളെ തകർക്കുന്നത്. അപ്പോൾ അകന്നുപോയ കണ്ണി അകന്ന് തന്നെ ഇരിക്കട്ടെ. വിളക്കി ചേർക്കണ്ട, ഒരിക്കലും വിളക്കി ചേർക്കണ്ട. അതൊരിക്കലും യോജിക്കില്ല കേട്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീണ്ടും കാണാം. ബായ്.